എസ്ഐടിയിലെ വൈദ്യുതി മുടക്കത്തിൽ നടപടി 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ബദൽ സംവിധാനം ഒരുക്കാത്തതിലാണ് നടപടി. നിർദ്ദേശിച്ചത് PWD മന്ത്രി PA മുഹമ്മദ് റിയാസ്. വിശദമായ അന്വേഷണം നടത്താനും മന്ത്രിയുടെ നിർദ്ദേശം. വിശദാംശങ്ങളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, ബദൽ സംവിധാനം ഏർപ്പെടുത്താത്തതിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നതിന് മറ്റ് വിശദാംശങ്ങൾ കൂടി. തിരുവനന്തപുരം SIT ആശുപത്രിയിലെ വൈദ്യുതി പ്രതിസന്ധിയിൽ PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരം ഡിവിഷനിലെ ഓവർസിയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. വൈദ്യുതി പ്രതിസന്ധി ആശുപത്രിയിൽ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ബദൽ സംവിധാനം ഒരുക്കിയില്ല എന്ന കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്താൻ ചീഫ് എഞ്ചിനീയർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഈ ഇലക്ട്രിക്കൽ വിഭാഗമാണ് ആശുപത്രിയിലേക്ക് PWD ഇലക്ട്രിക്കൽ വിഭാഗമാണ് SIT ആശുപത്രിയിലേക്ക് വൈദ്യുതി സപ്ലൈ ചെയ്യുന്നത്. ഈ ആരോഗ്യ വകുപ്പിന്റെ റിപ്പോർട്ടിലും ഇവർക്ക് വീഴ്ച പറ്റി എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്ന ഒരു കാര്യം. പക്ഷേ ഈ വിവിധ വിഭാഗങ്ങൾക്ക് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. KCB ആണെങ്കിലും PWD ഇലക്ട്രിക്കൽ വിഭാഗം, ആശുപത്രി അധികൃതർ ഇവരുടെ എല്ലാം തന്നെ ഏകോപനമില്ലായ്മയാണ് ഈ വലിയ വീഴ്ചയ്ക്ക് കാരണം. ഏതാണ്ട് 3 മണിക്കൂറോളം സമയം തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയാണ്. ഈ തൈക്കാട് ആശുപത്രിയിലേക്കാണ് ഈ കൂടുതലായിട്ടുള്ള പ്രസവത്തിനായിട്ടുള്ള സ്ത്രീകൾ എത്തുന്നത്. അതിൽ കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കേസുകളാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ റഫർ ചെയ്യുന്നത്. അവിടെ ശസ്ത്രക്രിയ കഴിഞ്ഞ നിരവധി സ്ത്രീകൾ ഉണ്ടായിരുന്നു, ഇൻക്യുബേറ്ററിലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ 400ഓളം അമ്മമാർ ആശുപത്രിയിൽ തുടരുമ്പോഴാണ് ഇത്തരത്തിൽ 3 മണിക്കൂറോളം കറണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ഒരു വീഴ്ച, അത് PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ വീഴ്ച മാത്രമാണ് എന്നുള്ളത് വകുപ്പ് പറയുമ്പോഴും സംയുക്തമായി വിവിധ വകുപ്പുകളുടെ KCB ആണെങ്കിലും PWD ഇലക്ട്രിക്കൽ വിഭാഗമാണെങ്കിലും ആശുപത്രി അധികൃതരുടെ ഒക്കെ തന്നെ ഒരു ഏകോപനമില്ലായ്മയാണ് ഈ വലിയ വീഴ്ചയ്ക്ക് കാരണം. അത്തരത്തിലുള്ള ഏകോപനമില്ലായ്മ, വിവിധ വകുപ്പുകളുടെ, ആശുപത്രി അധികൃതരുടെ അടക്കം ഏകോപനമില്ലായ്മയാണ് ഇത്തരത്തിലൊരു ദുരിതാവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് പൊതുവെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ നടപടികൾക്കുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്, അല്ലേ? കൂടുതൽ നടപടികൾ സ്വീകരിക്കും. കാര്യം ഇപ്പോൾ നിലവിലൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് വിവിധ വകുപ്പുകൾ സംയുക്തമായി ചേർന്നൊരു അന്വേഷണം നടത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം. അതിനുശേഷം മറ്റ് നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. എല്ലാ വകുപ്പുകളും ഇത്തരത്തിൽ ഈ PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന് മാത്രം വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം. ഈ കൃത്യമായി മുന്നൊരുക്കം സ്വീകരിച്ചിട്ടില്ല എന്ന് വേണം എടുത്തു പറയേണ്ട കാര്യം. കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അറ്റകുറ്റപ്പണി നടത്തേണ്ടതാണ്, അതൊന്നും തന്നെ നടത്തിയിട്ടില്ല. KCBയുടെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ആശുപത്രിയിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ ഉച്ച മുതലാണ് വിച്ഛേദിച്ചിരുന്നത്. തുടർന്ന് ജനറേറ്റർ പ്രവർത്തിപ്പിച്ചാണ് ആശുപത്രി പ്രവർത്തനം തുടർന്നത്. ഗർഭിണികളും നവജാത ശിശുക്കളും ഉൾപ്പെടെ 1000ഓളം പേര് ആശുപത്രിയിൽ ഉള്ളൊരു സാഹചര്യമാണ്. അവിടെ ജനറേറ്ററുകൾ പണിമുടക്കിയാൽ പകരം സംവിധാനം അതിന് ഒരുക്കണമായിരുന്നു. അത്തരത്തിലൊരു സംവിധാനം ഒരുക്കിയില്ല. KCB വൈകിട്ട് കണക്ഷൻ നൽകിയെങ്കിലും സാങ്കേതിക തകരാറ് കാരണം വൈദ്യുതി എത്തിയിരുന്നില്ല. ഇത് പരിഹരിക്കാത്തതോടുകൂടിയാണ് ജനറേറ്ററിനെ ആശ്രയിക്കുന്നത് തുടർന്നത്. വൈകിട്ട് 6 മണിയോടെ ഈ 2 ജനറേറ്ററുകളിൽ ഒന്ന് തകരാറിലായിട്ടും പുറത്തു നിന്ന് ഒരു ജനറേറ്റർ എത്തിച്ചില്ല. ഒരു ജനറേറ്റർ മാത്രം ഉപയോഗിച്ച് ICUവിലേക്ക് മാത്രം വൈദ്യുതി എത്തിച്ച് താൽക്കാലിക സംവിധാനമാണ് ആശുപത്രി ഒരുക്കിയത്. അതോടുകൂടി ഒരു വൈകിട്ട് 6:30യോടുകൂടി രണ്ടാമത്തെ ജനറേറ്ററും തകരാറിലായി. ഇതോടുകൂടി ആശുപത്രി പൂർണ്ണമായും ഇരുട്ടിലാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയിലെ ഈ ഒരു വീഴ്ചയ്ക്കെതിരെ വ്യാപക വിമർശനം ഉയരുന്നുണ്ട്. ഏതായാലും വിവിധ വകുപ്പുകൾ സംയുക്തമായൊരു ഒരു സമിതിയെ രൂപീകരിച്ച് ഈ ഒരു വീഴ്ച സംബന്ധിച്ച് പഠിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പൊതുമരാമത്ത് ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. സുരേഷ്, തിരുവനന്തപുരം SIT ആശുപത്രിയിൽ വൈദ്യുതി മുടങ്ങിയ സംഭവത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. രശ്മി കാർത്തികയാണ് വിശദാംശങ്ങൾ നൽകിയത്.